ഞങ്ങളെല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു. ഈ 3 പുസ്തകങ്ങൾ വായിച്ചവരുടെയും ഒരുപാട് നല്ലൊരു ആഗ്രഹമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പുസ്തകം സിനിമയായിട്ട് എപ്പോഴാണ് ഇറങ്ങുന്നത്. ഞങ്ങൾ കാരണം അതൊരു സിനിമയിൽ കാണാൻ ഞങ്ങളൊരു ആഗ്രഹിക്കുന്നതാണ്. കാരണം അത്ര ഒരു ഫീല് ഞങ്ങൾക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയായിരുന്നു. എന്നാണ് ഇനിയൊരു സിനിമയായിട്ട് ഇറക്കുന്നത്? ഓക്കെ, ചോദിച്ചതിനുള്ള മറുപടി റാം കെയർ ഓഫ് ആനന്ദിയുടെ എഴുത്തുകൾ നടക്കുകയാണ്. സ്ക്രിപ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത 2025 നമുക്ക് സിനിമയായിട്ട് കാണാമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ആക്ടേഴ്സിനെ എല്ലാം ഞാൻ ഫ്യൂച്ചറിൽ തന്നെ അനൗൺസ് ചെയ്യാം. നമ്മളിപ്പോൾ സംസാരങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഡേറ്റുകളും കാര്യങ്ങളും അവർക്കും ഉണ്ട്, തിരക്കുകളും ഒക്കെ. അപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ, ഒരു ടീമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമുക്കെല്ലാം നേരിട്ട് സ്ക്രീനിൽ കാണാം കേട്ടോ. താങ്ക് യു. 2018 കണ്ടിറങ്ങുമ്പോൾ മീൻസ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും എക്സ്പീരിയൻസ് ചെയ്ത ഒന്നാണ് 2018 പ്രളയം. നമ്മളുടെയൊക്കെ വീട് മുങ്ങിക്കിടക്കുന്നത് കരഞ്ഞുകൊണ്ട് കണ്ടിറങ്ങിപ്പോയതാണ് ഞങ്ങളെല്ലാവരും. ആൻഡ് അത് കണ്ടു കഴിയുമ്പോൾ ഒരു മൂവി ആവുന്നു എന്ന് കേട്ടപ്പോൾ അതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് അതൊരു മൂവി ആയപ്പോൾ ഇങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സിനെ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റോറി ചെയ്യാം എന്നുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ പോസ്റ്റൊക്കെ ഇടുമ്പോൾ, റൈറ്റിങ്സൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അപ്പനും അമ്മയൊക്കെ ആണെങ്കിലും വഴക്ക് പറയും, എന്ത് ഭ്രാന്തായി കാണിച്ചു വെക്കുന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ യൂത്ത് മിക്കവരും സോഷ്യൽ മീഡിയ ഓവർ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അഡിക്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ നിന്ന് യൂത്തായ ഞങ്ങളോട് സോഷ്യൽ മീഡിയനെ പറ്റി ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ്, നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അതിനെപ്പറ്റിയും സംസാരിച്ചാൽ കൊള്ളാമെന്നിട്ട്. ആദ്യം തന്നെ 2018 സിനിമേനെ പറ്റി പറയാം. ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് തന്നെ പ്രളയ സമയത്ത് ഞാൻ ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ അത് കുറേ ലൈഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളൊക്കെ കുട്ടനാടുകാരാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി ഇതുപോലെ വിളിച്ചിട്ട് പറയാം, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരും രക്ഷിക്കാനായിട്ടില്ല, വള്ളങ്ങളെല്ലാം പോയതൊക്കെ കുടുങ്ങിപ്പോയി, അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ അന്നത്തെ രാത്രിയാണ് നമ്മുടെ ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളെല്ലാം കൂടെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അവരുടെ ബോട്ടിൽ കയറി പോയിട്ടാണ് അവരെല്ലാം കരയ്ക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഇവരോട് ഭയങ്കര, അതായത് ഞാൻ പഠിച്ചതെല്ലാം കോസ്റ്റൽ ഏരിയ തന്നെ ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ മക്കളൊക്കെയാണ്. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ക്യാമ്പ് കടലെപ്പോഴും കയറും, അവരെല്ലാ വർഷവും ക്യാമ്പുകളിൽ പോകാറുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ പ്രളയം വന്ന സമയത്താണ് പലരും ക്യാമ്പിൽ പോയി ആദ്യമായിട്ട് അനുഭവം ഉള്ളത്. അപ്പോൾ അവിടെ പോയി ക്യാമ്പുകളിൽ ഇവന്മാരെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് അവിടുത്തെ ഒരു വൈബ് ഇഷ്ടമാണ്. അവിടെ അവർ സങ്കടമൊന്നുമില്ല, അവിടെ ഭയങ്കര സന്തോഷമാണ്, അടിച്ചുപൊളിയാണ്, പാട്ടൊക്കെ പാടും, എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കും, ഒരു ഉത്സവം തന്നെയാണ് അവിടെ. സ്കൂളുകൾക്കും അവധിയായിരിക്കും ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കുട്ടിക്കാലം തൊട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് അതിൻ്റെ ഒരു പരിധി വരെ എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എഴുതിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് 2018. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തതും ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചതും ഈ മത്സ്യത്തൊഴിലാളികളുടെ പോർഷനാണ്. അപ്പോൾ പലരും മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു 2 മിനിറ്റ് നിൽക്കുന്ന ഡയലോഗിലൊക്കെ പലരും കുറ്റം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇപ്പോഴും പ്രൗഡാണ്. കാരണം ഞാൻ കണ്ട കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നരേൻ്റെ വൈഫിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത്. അപ്പോൾ അത് പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ കയ്യടിയായിരുന്നു ആ സീനിനൊക്കെ. കൊല്ലത്ത് അങ്ങനെയുള്ള തീരദേശ മേഖലയിൽ കയ്യടി ഉണ്ടായിരുന്നു അതിന്. പിന്നെ ചില സ്ഥലങ്ങളിലാണ് അതിന് ക്രിഞ്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ സോഷ്യൽ മീഡിയനെ പറ്റി പറയുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ എന്നെ പണ്ടേ പറഞ്ഞിരുന്ന സാധനമാണ് അച്ഛൻ. എപ്പോഴും ഈ കമ്പ്യൂട്ടറിന് മുന്നേ ഇരിക്കുന്ന എന്തിനാണെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുന്നത് എന്താണ്. ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നത് കഥ പോസ്റ്റ് ചെയ്യുകയും അതിന് കമൻറ്റുകൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ ഇടുകയും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, കഥകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തോരോ ആൾക്കാരുടെ ലൈഫ് തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, എന്തോരോ വരുമാനം കിട്ടുന്നുണ്ട് നമുക്ക്. ഞാനിപ്പോൾ ആ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു വേദിയിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ആലോചിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്? അതവിടെ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കഥ വീണ്ടും ഞാൻ ഇപ്പോഴും ചിലപ്പോൾ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും. ഞാൻ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കൊടുക്കുക, റിജക്റ്റ് ചെയ്യുക, ഇത് തന്നെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും എനിക്ക് തിരിച്ച് ഇത് തന്നിട്ടുള്ളതും. ചിലർ പറയും സോഷ്യൽ മീഡിയ ഭയങ്കര പ്രശ്നമാണ്, നമ്മുടെ ലൈഫ് തന്നെ നശിപ്പിച്ച് കളയുമെന്നൊക്കെ പറയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ. എനിക്കിതുവരെ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ അതൊരു വേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ പറഞ്ഞല്ലോ, റാം കെയർ ഓഫ് ആനന്ദിയുടെ എന്തോരോ റീൽസാണ് വന്നത്. ഇതിപ്പോൾ അതിനെപ്പറ്റി, ബുക്കിനെ പറ്റി അറിയാത്ത ഒരാളിലേക്ക് കൂടാണ് ആ ഒരു റീൽ വഴി എത്തുന്നത്. അപ്പോൾ
നമുക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. എന്താണെങ്കിലും നമുക്ക് സന്തോഷം തരുന്നുണ്ട്, നമ്മുടെ ലൈഫിനെ അത് മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്നല്ല ഏത് മീഡിയ ആണെങ്കിലും അത് യൂസ് ചെയ്യുക. അതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല. നമ്മുടെ റൂട്ട് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മോശമായിട്ട് ഇപ്പോൾ പറയാം, ഇൻസ്റ്റാഗ്രാം വഴി ഓരോ ആൾക്കാരെയൊക്കെ കൊണ്ട് പീഡിപ്പിച്ചു അതും ഇതൊക്കെ പറയുന്നുണ്ട്, അത് മോശമാണ്. അത് വേറൊരു വഴിയാണ്. എന്തൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ ആരും പറയുന്നത് ശ്രദ്ധിക്കേണ്ട, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതാണ് പറയാനുള്ളത്. താങ്കളുടെ ഈ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജീവിതം ഒരു സിനിമയാക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഇത് വെള്ളിത്തിരയിൽ വരികയാണെങ്കിൽ നമ്മുടെ യുവത്വം അത് കാണുകയും അവർക്കൊരുപക്ഷെ ഇതുപോലെ ആരെങ്കിലും ഈ കഴിവുകൾ ഉള്ളിൽ ഒതുക്കി അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇത്തിരി ഒരു മടി അല്ലെങ്കിൽ ഒരു പേടിയുള്ളവർക്കൊക്കെ അതൊരു ഇൻസ്പയർ ആവും. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് സിനിമയായിട്ട് അങ്ങനൊന്നുമില്ല. എവിടെയെങ്കിലും അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ എഴുതുമ്പോൾ എഴുതണമെന്ന് ഇതുണ്ട്. എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ ആ സമയം തൊട്ട് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. ചെറിയ നാട്ടിലുള്ള ചെറിയ ജോലികൾ അതും ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ ചെന്നൈയിൽ ഞാൻ ഈ കഥ എഴുതുന്ന സമയം വരെയും ഞാൻ അവിടെ ജോലി ചെയ്യുമായിരുന്നു. അവിടെ പച്ചക്കറി അരിയാൻ പോവുകയും ഫോട്ടോഗ്രാഫറിന് ലൈറ്റ് പിടിക്കാൻ പോവുകയും അങ്ങനെയുള്ള പിന്നെ ബലൂൺ വരിപ്പിക്കാൻ പോവുകയും ഇവൻസിന്. ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് ഞാനവിടെ ഫിലിം അക്കാഡമിയിൽ ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അച്ഛന് ഇതിന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഫീസ് കണ്ടെത്താനായിട്ട് ഞാൻ സ്വയമേ ശ്രമിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ശീലിച്ചുകൊണ്ട് തന്നെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതെല്ലാം എന്തെങ്കിലും ഒരു ചെറിയ ബുക്കായിട്ടെങ്കിലും എഴുതണമെന്നുണ്ട്. സിനിമ ആക്കണമെന്നും അതിനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഒരു ബുക്കായിട്ട് ഫ്യൂച്ചറിൽ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട്. ആത്മകഥയല്ല, ചെറിയ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട്. ഇപ്പം നമ്മൾ മുകേഷ് ഏട്ടനൊക്കെ ചെയ്യത്തില്ലേ, ചില മുകേഷ് കഥകൾ, അല്ലെങ്കിൽ ഇന്നസെൻ്റ് ഏട്ടൻ ചെയ്തിട്ടുള്ള കണക്ക് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന അനുഭവങ്ങൾ വെച്ചിട്ടുള്ളത്. അത് കണക്കൊരു കുറച്ച് പോസിറ്റിവിറ്റി നൽകുന്ന ഒരു പുസ്തകം ഫ്യൂച്ചറിൽ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതാണ് എൻ്റെ ഒരു ആഗ്രഹവും. താങ്ക് യു. എനിക്ക് 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ വായിച്ചു വന്ന ജീവിതമാണല്ലോ. അപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ, സാറിൻ്റെ കൃതികളിൽ സാറിനെ സ്വാധീനിച്ച വ്യക്തി, എഴുത്തുകാരാണെങ്കിൽ ആരാണ്? രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ബുക്കുകളൊക്കെ മറന്ന് അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ആഘോഷിച്ച് ജീവിക്കുക എന്നുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് കാലഘട്ടത്തിൽ വായനക്കാരോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കളോട് സാറിന് പറയാനുള്ളത് എന്താണ്? എന്നെ ആരും അങ്ങനെ സ്വാധീനിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫാമിലിയിൽ പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ എഴുത്തുകാർക്കൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാൾ പോലും എൻ്റെ മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഞാൻ പോയി തന്നെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ തന്നെ പഠിച്ച് അങ്ങനെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു റോൾ മോഡൽ ഇല്ല. പിന്നെ എഴുത്തിലാണെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് ഇപ്പോഴും. അത് തന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആരുടെയും ഒരു എന്തെങ്കിലും എഴുത്ത് രീതി ഞാൻ എന്നിലേക്ക് എടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതുണ്ടാവാൻ കാര്യം എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രതിഷേധം ഉണ്ടല്ലോ അച്ഛൻ്റെ സൈഡിൽ നിന്നിട്ട്. അപ്പം എനിക്കെപ്പോഴും ചലഞ്ചിങ് ആണ്. എന്നെ ആരെങ്കിലും ചലഞ്ച് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ മുന്നിലുണ്ട്, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് അത് ചെയ്യാനായിട്ട് തോന്നും. അപ്പം ഇത് ചെയ്യരുതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിനെ ഓപ്പോസ് ചെയ്ത് ഞാനത് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛൻ ഞാൻ ഒരിക്കലും അച്ഛനെ നെഗറ്റീവാക്കി പറയുകയല്ല. അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ അച്ഛൻ വിചാരിക്കുന്നത് ഇവൻ ഈ കഥയൊക്കെ എഴുതി നടക്കുമ്പോൾ പഠിക്കാതെ നടന്നിട്ട് ഇതുപോലെ നശിച്ചു പോകും എന്നൊക്കെ ആയിരിക്കും അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചലഞ്ച് ചെയ്യാനായിട്ട് ഒരാൾ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അച്ഛനാണ് എൻ്റെ ഒരു ചലഞ്ചർ, അല്ലെങ്കിൽ അച്ഛനാണ് എന്നെ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അച്ഛനത് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛനറിയില്ല എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ അച്ഛൻ പറയുകയാണ് നീ പോയി എഴുതിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ഉണ്ടാവില്ലായിരിക്കും. അച്ഛൻ ആ ഒരു ചലഞ്ച് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ആ ഒരു തുറയുണ്ടായത്, അച്ഛൻ്റെ മുന്നിൽ വിജയിച്ച് കാണിക്കണമെന്ന്. പക്ഷേ വിജയിച്ചപ്പോഴേക്കും പലരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാനായിട്ട് പറ്റി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ എനിക്ക് എഴുത്ത് പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷേ ഈ ചലഞ്ച് ചെയ്ത അച്ഛനാണ് എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എഴുത്തല്ലേ സോഷ്യൽ മീഡിയ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബുക്കുകളാരും വായിക്കത്തില്ല, ഇനി ഫ്യൂച്ചറിൽ ആരും വായിക്കത്തില്ല എന്നൊക്കെ. ഇപ്പോൾ എൻ്റെ ബുക്ക് 2.25 ലക്ഷം കഴിഞ്ഞു, ഇപ്പോൾ 3 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നവരെന്തായാലും വായിക്കുന്നുണ്ട്. പിന്നെ ഒരു ബുക്ക് തന്നെ ഷെയർ ചെയ്ത് ചിലപ്പോൾ 10-20 പേരൊക്കെ വായിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ വായന സത്യമായിട്ട് നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. സോഷ്യൽ മീഡിയ വഴി അവർ ബുക്കുകളെ പരിചയപ്പെട്ടിട്ട് അവർ ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങിയിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും വായന മരിക്കുന്നില്ല.
10 മടങ്ങ് ശക്തിയോടുകൂടി പുതിയ യൂത്ത് അത് നേടിയിട്ടുണ്ട് വായനാശീലം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് എനിക്കും ആഗ്രഹം. അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരും മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിദേശത്ത് പോയിട്ടുണ്ടാകും. വിദേശത്തുള്ള ചില ആൾക്കാർ ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിയിടും. ഞാൻ അപ്പോൾ ആലോചിക്കും എന്ത് ക്വാളിറ്റിയുള്ള റൈറ്റിംഗ് ആണ്. പക്ഷേ അവരുടെയൊക്കെ ജീവിത സാഹചര്യം കൊണ്ട് അവരവിടെ പെട്ടുപോയതാണ്. അങ്ങനെയുള്ള ആൾക്കാരുമൊക്കെ ഇപ്പോൾ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഇപ്പോൾ ഫേസ്ബുക്കിൽ DC ബുക്സിൽ മെയിൽ അയച്ചു കൊടുത്താൽ പോലും അവർ നോക്കും ഇന്ന രാജ്യത്ത് തന്നെ താമസിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതുമൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് എഴുത്തുകാരും വരണം. അതിനൊപ്പം തന്നെ വായനക്കാരും കൂടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ 2018 സിനിമയിൽ ടൊവിനോ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഹെലികോപ്റ്ററിൽ എത്തിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് ഒറിജിനലായിട്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണോ അല്ലെങ്കിൽ ടൊവിനോക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലെയാണോ എന്ന് ഉള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് പുതിയ ബുക്കിൻ്റെ വിശേഷങ്ങളെ പറ്റിയും. തീർച്ചയായിട്ടും ആ സീന് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചത് ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ എയർലിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ ഈ ഒരു നമ്മളിത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ കുറേ ന്യൂസുകളായിരുന്നു, ന്യൂസ് പേപ്പർ കട്ടിങ്സ്, ഓൺലൈൻ ന്യൂസ്, അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ടോവിനോനെ കണക്കുള്ള ഒരാളല്ല, ആ സമയത്ത് സഹായിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു പ്രതീകമായിട്ടാണ് ടോവിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം അനൂപായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ റിയലായിട്ട് നടന്നൊരു സംഭവമാണ് ആ ഒരു എയർ ലിഫ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അത് ഹെലികോപ്റ്ററൊക്കെ നമ്മൾ ഉണ്ടാക്കുകയായിരുന്നു, റിയലായിട്ട് ഉള്ളതല്ലെങ്കിൽ അതുപോലെ കാണുന്ന രീതിയിലൊരു ഒരുപാട് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടാക്കിയതാണ്. പിന്നെ VFX ടീം നല്ലതായിരുന്നുകൊണ്ട് അത് റിയൽ ഹെലികോപ്റ്ററായിട്ട് തോന്നി. ടോവിനോ നന്നായിട്ട് അഭിനയിച്ചു, ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയും നന്നായിട്ട് അഭിനയിച്ചതുകൊണ്ട് ഇയാൾക്ക് ഹാർട്ടിൽ നിൽക്കുന്നു എനിക്ക് തോന്നി. അപ്പോൾ അത് റിയലായിട്ടുള്ളൊരു സംഭവം ബേസ് ചെയ്തിട്ടാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? പുതിയ ബുക്കല്ലേ? പുതിയ ബുക്ക് രാത്രി 12-ന് ശേഷം എന്നാണ് ബുക്കിൻ്റെ പേര്. അല്ല, വേറൊന്നുമല്ല, തെറ്റിദ്ധരിക്കണ്ട. അല്ല, ഇത് ഞാൻ കളമശ്ശേരി, ഞാൻ പറഞ്ഞില്ല ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. +2 വെക്കേഷൻ സമയത്ത് ഞാനിവിടെ എലൈറ്റ് കേക്ക് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ, അവിടെ എനിക്ക് ചുമട്ടുപണിയായിരുന്നു പണി. അതായത് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന മൈദ പഞ്ചസാരയൊക്കെ എടുത്തിട്ട് തലയിൽ ചുമന്ന് കൊണ്ടുപോയിട്ട് അട്ടിയിടുക. ഇതായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. കേക്ക് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്, കേക്കൊക്കെ തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് ജോലിക്ക് കയറിയതാണ്. ചെന്നപ്പോൾ പറഞ്ഞത് അവിടെ ഒരു അട്ടി കാണിച്ചിട്ട് പറഞ്ഞു ഈ ചക്കൊക്കെ എടുത്ത് വിട്ടിട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് 17 വയസ്സേ ഉള്ള ആ സമയത്ത്, 52 കിലോ വെയിറ്റ്. ഞാൻ നോക്കുമ്പോൾ ഈ പഞ്ചസാര ചക്ക എന്ന് പറഞ്ഞാൽ 100 കിലോയാണ്. ഞാനപ്പം വീട്ടിൽ പറയാൻ പറ്റത്തില്ല, വീട്ടിൽ ഇങ്ങ് പോന്നാ ഞാൻ ജോലിക്ക് പോകാമെന്നും പറഞ്ഞിട്ട്. അപ്പം കളമശ്ശേരി നിന്ന സമയത്ത് കുറച്ച് സംഭവങ്ങൾ എനിക്ക് അവിടെ, ഞാനിങ്ങനെ എല്ലാം വാച്ച് ചെയ്യും ഇരുന്നിട്ട്. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഒരു ബാൽക്കണി കയറി ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പുറത്തു പോകുന്ന കാര്യങ്ങളും അതും ഇതുമൊക്കെ വാച്ച് ചെയ്യും. അങ്ങനെ ആ സമയത്ത് കിട്ടിയ ഒരു ത്രെഡുണ്ട്, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് രാത്രി 12-ന് ശേഷം എന്ന് പറഞ്ഞിട്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു ത്രെഡ് മാത്രം കിട്ടിയതാണ്. അത് ഡെവലപ്പ് ചെയ്ത് വേറെ എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. ഈ വർഷം തന്നെ ലാസ്റ്റ് റിലീസ് ചെയ്യും. താങ്ക് യു. ഒരു തിരക്കഥാകൃത്തിലേക്കുള്ള ജേർണിയിൽ താങ്കളെ ആരെങ്കിലും കൂട്ടുകാരനെന്ന നിലയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലേക്കുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്നുള്ള എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അഭിജിത്ത് എന്ന പേര്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളതാണ്. നമ്മൾ ഒരുമിച്ചാണ് 1 തൊട്ട് +2 വരെ പഠിച്ചത്. അപ്പോൾ ട്യൂഷൻ ഒരുമിച്ച് തന്നെയാണ്. അപ്പം ഞാൻ ഈ ചെറുപ്പത്തിൽ തന്നെ നോവലൊക്കെ എഴുതിയെന്ന് പറഞ്ഞില്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ നോവലാണെന്ന് അറിയില്ല അപ്പോഴും, ഓരോ ദിവസം ഞാൻ ഓരോ പേജ് 2 പേജ് എഴുതിക്കൊണ്ട് വരും. അപ്പോൾ ട്യൂഷൻ ക്ലാസ് ഇവൻ്റെ പ്രധാന പരിപാടി വന്നു കഴിഞ്ഞാൽ ഇരുന്നിട്ട് ഇത് വായിച്ചിട്ട് അവൻ അഭിപ്രായം പറയും. അപ്പോൾ ഒരു ദിവസം ഞാൻ എഴുതിയില്ലെങ്കിൽ അവൻ എന്നെ ഇടിക്കും, ഭയങ്കരമായിട്ട് ഇടിക്കും. അപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചാണ് ആ സമയത്ത് കഥ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അവനാണ്. അവനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുത്ത് പോലും ചിലപ്പം കുറച്ച് ലേറ്റായാണ് എഴുതാനായിട്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുള്ള 2 കൂട്ടുകാരാണ് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത്. എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ചെവിയിൽ നിന്ന് പറയും, ഏട്ടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ നീ വേറെ ഉള്ള മറ്റേ മാസികകളൊക്കെ ഇല്ല അതിൻ്റെ അകത്തൊക്കെ എഴുതുന്നത് ഞങ്ങൾ വായിക്കാമെന്ന് പറയും, അല്ലാതെ ഇങ്ങനെയുള്ള എഴുത്തൊന്നും നമ്മൾ വായിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്തൊരു കഥ പറയാം. ഓജോ ബോർഡ് പബ്ലിഷായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഭയങ്കര അത്യാവശ്യം ഹിറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഇത് ആമസോണിലും ഒക്കെ ബെസ്റ്റ് സെല്ലറായി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഓർഡർ വരാൻ തുടങ്ങി. അപ്പം ഒരു 70 ഓർഡറൊക്കെ ദിവസം കിട്ടും. അപ്പം ഞാൻ തന്നെ ഇരുന്നിട്ട് പാക്ക് ചെയ്യുന്നത്, നാളെയൊന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഇരുന്നിട്ട് ഓർഡർ കിട്ടിയ പാക്ക് ചെയ്ത് ഇങ്ങനെ അടുക്കി വെക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരും, പിക്കപ്പ് ചെയ്യാനായിട്ട്. ഒരാളിങ്ങനെ ബാഗ് തൂക്കി വരികയാണ്. ഞാനിതെല്ലാം അടുക്കി വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത ഫ്രണ്ടാണ്, അവനിപ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എടാ ഇതെന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല. നമ്മൾ അന്ന് നീ കളിയാക്കി വിട്ട ആ കഥയില്ലേ, അതാണിത്, ശരി എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ കർമ്മയിൽ ഞാൻ ഭയങ്കരമായിട്ട്, ഞാൻ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്, അതുപോലെ തന്നെ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും, മോശമാണെങ്കിൽ. നല്ലതാണെങ്കിൽ നല്ലതും കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇതില്ല, അർഹതപ്പെടാത്ത ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കാറുമില്ല, അല്ലെങ്കിൽ ആരെയും ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യാറുമില്ല, ആരെയും മാനസികമായിട്ടും വിഷമിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരാളാണ്. പക്ഷേ എന്നെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരോടൊന്നും ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ചലഞ്ചിങ് കിട്ടിയത് അത് നമ്മളെങ്ങനെ നിൽക്കുന്നോ അതുപോലെ തന്നെ നിന്ന് ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമായിട്ട് അത് കൊണ്ട് കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. താങ്ക് യു. ആനന്ദ് ശരിക്കും ഉള്ളതാണ്, അല്ലെങ്കിൽ ആനന്ദ് ഇനി തിരിച്ചു വരുമോ? അതാണ് ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ക്യൂരിയോസിറ്റി. അതൊരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അതായത് ഈ 2018 എന്ന സിനിമ, അത് കർത്താവ് കുരിശിൽ മരിച്ചു കിടന്ന പോലെ രണ്ട് കൈയും വിരിച്ച്, കൈ രണ്ടും വിരിച്ച് അങ്ങനെ ടോവിനോ മരിച്ചായിരുന്നു വെച്ചത്. ആ ഒരു സീൻ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലൊരു മോട്ടിവേഷൻ കിട്ടിയിട്ട് ചെയ്തതാണോ? ഇല്ല, അത് ഡയറക്ടറിൻ്റെ, ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമേ മറുപടി പറയാം. ഡയറക്ടറിൻ്റെ ചോയ്സാണ് എങ്ങനെയാണ് ആക്ടേഴ്സ് ആക്ട് ചെയ്യേണ്ടതെന്ന്. ഞാൻ മരിക്കുന്നു എന്ന് മാത്രമേ എഴുതത്തുള്ളൂ തിരക്കഥാകൃത്ത്. എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടറാണ്. അതായത് മരിക്കുന്ന വെള്ളം കുടിച്ചാൽ മരിക്കുന്നത്, പക്ഷേ ഏത് ഇതിൽ കിടക്കണം എന്നുള്ളത്. പക്ഷേ അത് പ്ലാൻഡായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. സാധാരണ വേറെ മൂവീസിലൊക്കെ വെള്ളം കുടിച്ച് മരിക്കുന്നവർ അതുപോലെ തന്നെ ഒരു പൊസിഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു പ്ലാൻഡായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കഴിഞ്ഞ ദിവസം കൂടെ ഒരു വേദി പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പള്ളിയിലച്ഛൻ ആ മണിയടിക്കുന്ന സീനും പറഞ്ഞ് എന്നെ എന്തോരം വിമർശിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷേ നമ്മുടെ ആലപ്പുഴയിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ പേരെനിക്കറിയത്തില്ല. അന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങും ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ടത്. ആ സമയത്ത് മത്സ്യത്തൊഴിലാളികളെ എല്ലാവരും വിളിച്ചു കൂട്ടാനായിട്ട് ഒരു അച്ഛനാണ് പള്ളിമണി അടിച്ചത്. അപ്പോൾ കോസ്റ്റൽ ഏരിയയിലുള്ളതാണ്. അപ്പോൾ ആദ്യമേ കുറച്ച് ആൾക്കാർ വന്നു, ഇതിന് സജ്ജമായിട്ട് വന്നു ഇറങ്ങാൻ. പക്ഷേ ചിലർക്ക് ഇറങ്ങാനായിട്ട് തയ്യാറല്ലാത്തതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു പള്ളിയിലച്ഛൻ മണിയടിച്ചുകൊണ്ടല്ല കേരളം രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു സംഭവമല്ല നമ്മൾ അതിൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനാണെങ്കിലും ജൂഡേട്ടനാണെങ്കിലും ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ, ഇങ്ങനൊരു സംഭവം. അപ്പോൾ അതങ്ങനെ പ്ലാൻഡായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ആനന്ദി കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആനന്ദിയെ പോലുള്ള കുറേ ആൾക്കാരെ ചെന്നൈയിൽ ഞാൻ കണ്ടുമുട്ടി. 2 വർഷം ഞാൻ ചെന്നൈയിൽ നിന്ന സമയത്ത് തന്നെ ഞാൻ കുറേ ആൾക്കാരെ കാണും. ഇതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരെ കണ്ടുമുട്ടും. ആനന്ദിയെ പോലെ ആ സമയത്ത് ഞാൻ എല്ലാവരും വായിക്കാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ചെന്നൈയിലുണ്ട്, ആൺകുട്ടികളും ഉണ്ട്. ഞാൻ ഇവിടെ പഠിക്കുന്ന ഫിലിം അക്കാഡമി പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു. നമ്മൾ ഹോസ്റ്റലിൽ തൊട്ടടുത്ത് തന്നെ ഹോസ്റ്റലിൽ പോകാറുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ പോയ സമയത്ത് ഇവൻ ഷർട്ട് അഴിക്കുകയാണ്, ടീഷർട്ട് മാറാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇവൻ്റെ ശരീരത്ത് നിറയെ പാടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് പറ്റിയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ഷെല്ല് പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഷെല്ല് പൊട്ടിത്തെറിക്കുമോ? എടാ അത് നമ്മൾ ശ്രീലങ്കക്കാരാണ്, അപ്പം ഈ തമിഴ് വംശജരുടെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് മുമ്പ് പട്ടാളം കൊണ്ടുവന്നിട്ട് ഷെല്ലിടും. അതായത് ഇവരുടെ ഇടയ്ക്ക് ഈ തമിഴ് പുലികളുണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് ഇടുന്നത്. പക്ഷേ ആ സമയത്ത് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളും സാധാരണ ആൾക്കാരുടെ നെഞ്ചിലും അവിടെയൊക്കെ തറച്ച് അവർ മരിച്ചു പോകും. അപ്പോൾ ഇവനെ എവിടെ കുറച്ച് ദൂരത്തുണ്ടായിരുന്നു, ഇവൻ്റെ ദേഹത്ത് തറച്ച പാടുകളാണ്. അപ്പോൾ എന്നെ അത് സ്ട്രൈക്ക് ചെയ്തു, എന്താണ് ഈ സംഭവം എന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ത്രെഡാണ് റാം കെയർ ഓഫ് ആനന്ദി. ചെന്നൈയിൽ 2017 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപ്. ഞാൻ അതിനെപ്പറ്റി എഴുതാനായിട്ടാണ് ഞാൻ അവിടെ പോയത് തന്നെ. ഞാൻ 2017 ഒരു കൂട്ടുകാരനായിട്ട് ഓഡീഷന് പോയപ്പോൾ അവിടെ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എഴുതാനൊരു നല്ല ത്രെഡാണല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അതിനെപ്പറ്റി അല്ല എഴുതിയത്. ഞാൻ എഴുതിയത് റാം കെയർ ഓഫ് ആനന്ദി ആയിട്ട് വന്നു. ചിലപ്പോൾ നമുക്ക് ഓരോ നിയോഗം ഉണ്ടായിരിക്കും, ആ ഒരു നിയോഗം ആയിരിക്കാം എനിക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവരും ചോദിച്ചത്. അതായത് നമുക്ക് ചുമ്മാ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പറയാം. ഇദ്ദേഹമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ഒരുപാടൊക്കെ മറുപടി പറയാൻ പറ്റും. നമുക്ക് ചില കാര്യങ്ങൾ ലൈഫിലെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും. അപ്പോൾ വളരെയധികം നന്ദി ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവർക്കും. നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.